വിവാദങ്ങൾക്ക് പിന്നാലെ തൃശൂർ DCC താൽക്കാലിക അധ്യക്ഷനായി ചുമതലയേറ്റ VK ശ്രീകണ്ഠൻ MP. പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലാ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ഒന്നും അവസാനിക്കുന്നില്ല. തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ് എന്നും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണന്റെ ഒപ്പമാണ് VK ശ്രീകണ്ഠൻ DCC ഓഫീസിൽ എത്തിയത്. മുൻ അധ്യക്ഷൻ ജോസ് വള്ളൂർ, TN പ്രതാപൻ എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു. DCC ഓഫീസിന് മുന്നിൽ ഇന്നും K മുരളീധരന് അനുകൂലമായി ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. തൃശൂരിലെ കോൺഗ്രസുകാരെന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡ്. മുരളിയേട്ട മാപ്പ് എന്ന തലക്കെട്ടിൽ സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ടാണ് പരാജയപ്പെട്ടതെന്നും പരാമർശം ഉണ്ടായിരുന്നു. പറഞ്ഞതിൽ ചില അപാകതയുണ്ട്. തൃശ്ശൂരിലെ പരാജയത്തിന് ശേഷം ഭാരവാഹികളെ മാറ്റിയതല്ല, അവരത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാണ്. ഇപ്പോൾ തൃശ്ശൂർ DCC പ്രസിഡന്റിൻ്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ്. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ്. ചാർജ് എടുക്കാൻ പോകുന്നുള്ളൂ. വിശദമായിട്ട് നമുക്ക് പിന്നീട് പ്രതികരിക്കാം. വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ പ്രതീക്ഷിക്കുന്നത്? പുക ഉണ്ടാകില്ല എന്തായാലും. അല്ല, ഇവിടെ ഒരു കയ്യാങ്കളി നടന്ന സ്ഥലമാണ്. വളരെ മുറിവേറ്റിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പരസ്പരം ഒരു കയ്യാങ്കളി നടക്കുകയും വലിയ മുറിവുണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ. അതിനൊപ്പം തന്നെ വലിയ പരാജയം ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യം നിങ്ങൾ പറയുന്ന പോലെ പരാജയം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴിവെച്ചിരിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലല്ലോ. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക. MP സ്ഥാനവും DCC പ്രസിഡന്റ് സ്ഥാനവും വെല്ലുവിളിയാകുമോ? ഞാൻ MP-യും DC പ്രസിഡന്റ് ആയിരുന്നു. എത്ര നാൾ കൂടെ ഉണ്ടാവും? അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ചേലക്കര തെരഞ്ഞെടുപ്പ് വരാണല്ലോ, പാലക്കാട് തെരഞ്ഞെടുപ്പ് വരാണല്ലോ. ചേലക്കര പാലക്കാട് UDF വിജയിക്കും.